ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ഞായറാഴ്ച യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും. തൊട്ടു പിന്നാലെ 4 മണിയോടുകൂടി ആദ്യ ബന്ദിമോചനം സാധ്യമാകും. പിന്നാലെ 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാറായിരിക്കും ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ സാധ്യമാകുക. 6 ആഴ്ചത്തെ ആദ്യഘട്ട വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലാകുമ്പോൾ 33 ബന്ദികളെ ഹമാസ് മോചിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ. എന്നാൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിൻ്റെ അടുത്ത പദ്ധതി എന്തായിരിക്കും? ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അതിനുള്ള ഉത്തരങ്ങളും പുറത്ത് വന്നു തുടങ്ങിയിരിക്കുന്നു. ഹമാസുമായി താൽക്കാലിക വെടിനിർത്തൽ സാധ്യമാക്കുന്ന ഇസ്രായേൽ അടുത്തു ലക്ഷ്യം വയ്ക്കുന്നത് ഹൂതികളെയാണ്. യമനിലെ വിമത തീവ്രവാദ സംഘടനയായ ഹൂതികളുടെ സമ്പൂർണ്ണ ഉന്മൂലനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇസ്രായേലി സേന ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഒരേ സമയം ഗാസയിലെ ഹമാസിനെതിരെ, ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ, യമനിലെ ഹൂതികൾക്കെതിരെ, സിറിയയിലെ തീവ്രവാദ സംഘടനകൾക്കെതിരെ, എന്തിനേറെ പറയുന്നു, ഇറാനെതിരെ പോലും ഒരേ സമയം ആക്രമണം നടത്തിയ രാജ്യമാണ് ഇസ്രായേൽ. ആ രാജ്യം ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള താൽക്കാലിക വെടിനിർത്തൽ സാധ്യമാക്കിയതിന് പിന്നാലെ അവരുടെ ശ്രദ്ധ ഗാസയിലെ ഹമാസിനെതിരെ തിരിച്ചുവിട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പിന്നാലെ സംഭവിച്ചത് എന്താണ്? ഗാസ സ്ട്രിപ്പിലുടനീളം ഒരു പുനരുജ്ജീവനത്തിൻ്റെ പാതയിലായിരുന്ന ഹമാസ് ചറപറ തകർന്നു വീഴുന്ന കാഴ്ച. മധ്യ ഗാസയിൽ, തെക്കൻ ഗാസയിൽ, വടക്കൻ ഗാസയിലൊക്കെ തന്നെ ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകളുടെ നിരന്തരമായ ആക്രമണം. ഗാസ സ്ട്രിപ്പിലുടനീളം ബോംബിട്ട് തകർത്ത ഇസ്രായേലിൻ്റെ കിരാതമായ നടപടി. ഇസ്രായേലി ഫൈറ്റർ ജെറ്റുകൾക്ക് ഈ ഹമാസിലെ ആക്രമിക്കുക, ഗാസയിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളത് ഒരു പതിവ് ചര്യയായി മാറുന്ന കാര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ആ ഹമാസുമായി താൽക്കാലിക വെടിനിർത്തലിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. ജനുവരി മാസം 19-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരും. അതിനിടയിൽ ഹമാസിനെ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികൾ ഇസ്രായേൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. അതേസമയം ജനുവരി 19-ന് ശേഷം ഹമാസുമായി ഒരു വെടിനിർത്തൽ കരാർ ഒപ്പിട്ട ശേഷം അടുത്ത ഇസ്രായേലിൻ്റെ നീക്കം ആർക്കെതിരെയാണ്? സ്വാഭാവികമായും അതിൻ്റെ ഉത്തരങ്ങൾ വരുന്നു. അത് ഹൂതികൾക്കെതിരെ, യമനെതിരെ ആയിരിക്കാം. കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പ്രകോപനം തുടരുകയാണ് ഹൂതികൾ. 15-ാം തീയതി അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. അതുമാത്രവുമല്ല, ചെങ്കടലിലെ അമേരിക്കൻ പടക്കപ്പലുകൾ ലക്ഷ്യമിട്ട് ഹൂതികൾ മിസൈൽ അയച്ചു. അങ്ങനെ പ്രകോപനത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ അവസ്ഥയിൽ നിൽക്കുകയാണ് ഹൂതികൾ. അതുമാത്രവുമല്ല, ഹൂതി നേതാക്കളുടെ ഒരു വമ്പൻ മുന്നറിയിപ്പ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഗാസയിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത് ഇസ്രായേലിൻ്റെ അന്ത്യത്തിന് കാരണമാകുമെന്നാണ് ഹൂതി വിമത നേതാവ് ഇന്ന് വലിയ തോതിൽ മുന്നറിയിപ്പ് നൽകിയത്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്ന പക്ഷം ഹൂതികൾ ഇസ്രായേലിനെതിരെ വമ്പൻ ആക്രമണങ്ങൾ നടത്തും. ഇസ്രായേലിനെ ഇല്ലാതാക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ തുടങ്ങുമെന്നാണ് ഇന്ന് ഹൂതി വിമത നേതാവ് വലിയ വായിൽ വീമ്പടിച്ചത്. ഇതെല്ലാം തന്നെ ഇസ്രായേലിൻ്റെ കോപം ഇരട്ടിപ്പിച്ചു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഹൂതികൾക്കെതിരെ 2 അല്ല 4-5 തവണ ഇസ്രായേലി സേന ആക്രമണം നടത്തി. പ്രത്യേകിച്ച് ലക്ഷ്യമിട്ടത് ഹുദൈദ തുറമുഖത്തെയായിരുന്നു. ഹൂതികളുടെ പ്രവർത്തന കേന്ദ്രമായ, പ്രധാന വിഹാര കേന്ദ്രമായ ഹുദൈദ തുറമുഖം, ലോകത്ത് തന്നെ ഏറ്റവും അധികം ആയുധ കടത്ത് നടത്തുന്ന, മയക്കുമരുന്ന് കടത്ത് നടത്തുന്ന, തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള ആയുധ ഇടപാടുകൾ നടത്തുന്ന ഒരു തുറമുഖം, അതാണ് ഹുദൈദ തുറമുഖം. ആ ഹുദൈദ തുറമുഖത്തെ ലക്ഷ്യമിട്ട് 1 അല്ല 2 അല്ല 5-6 തവണ ഇസ്രായേലി സേന ആക്രമണം നടത്തി. തുറമുഖത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചു. തുറമുഖത്തിൻ്റെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറുകൾ നശിപ്പിച്ചു. അങ്ങനെ ഹുദൈദ തുറമുഖത്തെയും തൊട്ടടുത്തുള്ള റാസിസ തുറമുഖത്തെയും നശിപ്പിച്ച ആക്രമണങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ ഇസ്രായേലി സേന സംഘടിപ്പിച്ചതാണ്. അതിനു പിന്നാലെ അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണമുണ്ടായി. സനാ സിറ്റിക്ക് സമീപമുള്ള ഊർജ്ജ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കൻ വ്യോമസേനയുടെ ആക്രമണം ഉണ്ടായത്. അങ്ങനെ പല ഭാഗത്തു നിന്നും
ഹൂതികൾക്കെതിരെ കഴിഞ്ഞ ആഴ്ചകളിൽ ആക്രമണം നടന്നു. അതിനുശേഷവും പ്രകോപനം തുടരുകയാണ്. ഹൂതികൾ 48 മണിക്കൂറിനിടെ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് 8 ബാലിസ്റ്റിക് മിസൈലുകളാണ്. ആ മിസൈലുകളിൽ ഭൂരിഭാഗത്തിനെയും ഇസ്രായേലിൻ്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോഴും ഇസ്രായേലിനെ ചൊറിയുക, ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുക എന്ന നടപടി നിരന്തരമായി ഹൂതികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് ആവശ്യത്തിലധികം ആയുധങ്ങൾ ലഭിക്കുന്നു, ഇറാനിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നു. ഇറാൻ്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുക എന്ന കൊടും പാതകമാണ് ഇപ്പോൾ ഹൂതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹൂതികൾക്ക് നേരെ ഒരു മിന്നൽ ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ എന്ന വിവരം പുറത്തു വരികയാണ്. ഹൂതികൾക്ക് നേരെ ഒരു വമ്പൻ ഓപ്പറേഷൻ, യമനിലെ ഹൂതികളുടെ സമ്പൂർണ്ണ അന്ത്യം ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രാൻഡ് ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ വ്യോമസേന. നമുക്കറിയാം, ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ അതിമാരകമായ ആക്രമണമാണ് 48-50 ദിവസങ്ങൾക്കിടയിൽ ഇസ്രായേലി സേന നടത്തിയത്. അതോടുകൂടി ഹിസ്ബുള്ളയുടെ നട്ടൽ ഒടിഞ്ഞു. ഹിസ്ബുള്ളയുടെ ആയുധ ശേഖരത്തിൻ്റെ 90% ഇസ്രായേൽ തകർത്തു. തൊട്ടടുത്തുള്ള സിറിയയിൽ നിന്ന് ആയുധങ്ങൾ എത്തുന്ന മുഴുവൻ വഴികളും അടച്ചു. സിറിയയിൽ തന്നെ ആഭ്യന്തര കലഹമുണ്ടാക്കി. സിറിയൻ ഭരണകൂടത്തെ അട്ടിമറിച്ചു. സിറിയയിലെ ആഭ്യന്തര കലഹം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. അങ്ങനെ ശത്രു രാജ്യങ്ങളെ ഒന്നൊന്നായി ഇല്ലാതാക്കുന്ന ഇന്ത്യയുടെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേസമയം വീണ്ടും യമനെതിരെ പടയൊരുക്കം തുടങ്ങുന്നു ഇസ്രായേൽ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഗാസയിൽ ഹമാസിനെതിരെയുള്ള താൽക്കാലിക വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതോടെ ശ്രദ്ധ മുഴുവൻ യമനിലെ ഹൂതികൾക്ക് നേരെ തിരിച്ചുവിടാനാണ് ഇസ്രായേലി സൈന്യത്തിൻ്റെ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹൂതികൾക്ക് നേരെ യമനിലേക്ക് ആക്രമണം നടത്തുന്നതിനൊപ്പം വേണമെങ്കിൽ ഇറാനെ കൂടി ആക്രമിക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഹൂതികൾക്ക് നേരെ ഏതെങ്കിലും ഒരു ആക്രമണം ഇസ്രായേൽ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിന് ഇറാൻ ഒരു തിരിച്ചടിക്ക് ശ്രമിക്കുമെന്നുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ പ്രകോപനം തുടർന്നാൽ ഇറാനെയും സമ്പൂർണ്ണമായി തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത്. ഇസ്രായേലിൻ്റെ വ്യോമസേന പുതിയ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഹമാസിനെതിരെയുള്ള വെടിനിർത്തൽ സാധ്യമാക്കിയതിന് പിന്നാലെ ഹൂതികൾക്ക് നേരെ യമനിലേക്ക് വമ്പൻ പടപ്പുറപ്പാട് തയ്യാറെടുക്കുകയാണ്. ആദ്യം ഹൂതികൾ, രണ്ടാമത് ഇറാൻ. എല്ലാ ഓപ്പറേഷനും സജ്ജീകരിച്ചിരിക്കുന്നു ഇസ്രായേൽ. ലോകത്ത് ഏറ്റവും വമ്പൻ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകരവാദികളെ, ഇസ്ലാമിക തീവ്രവാദികളെ ഒക്കെ തീർക്കുക എന്നുള്ള മഹത്തായ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇസ്രായേലി സേന.